സർ, കലയും സംസ്കാരവും കലാസാംസ്കാരിക മേഖലയ്ക്കുള്ള വിഹിതം മുൻവർഷത്തെ 170.49 കോടി രൂപയിൽ നിന്ന് 197.49 കോടി രൂപയായി ഉയർത്തുന്നു. എ. രാമേന്ദ്രൻ ആർട്ട് ഗാലറി. സർ, പ്രസിദ്ധനായ ചിത്രകാരൻ ശ്രീ എ. രാമേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഏകദേശം 300 കോടി രൂപ വിലമതിക്കുന്ന ചിത്രങ്ങൾ സൗജന്യമായി സംസ്ഥാന സർക്കാരിന് കൈമാറുന്നതിന് അദ്ദേഹത്തിൻ്റെ കുടുംബമായി ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് അദ്ദേഹമായിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അതിനുള്ള ആർട്ട് ഗാലറി സ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് അവിടെ ആരംഭിക്കും. സർ, പത്മനാഭപുരം കൊട്ടാരത്തിലെ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൻ്റെ സമഗ്ര നവീകരണം ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. സർ, ജില്ലാതല പുരാവസ്തു പൈതൃക മ്യൂസിയങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതിക്കായി 4 കോടി രൂപയും പുരാരേഖ വകുപ്പിൻ്റെ വിവിധ പദ്ധതിക്കായ പ്രവർത്തനങ്ങൾക്ക് 7.5 കോടി രൂപയും വകയിരുത്തുന്നു. സംസ്ഥാനത്തെ പുരാതന നിർമ്മിതികളായ കെട്ടിടങ്ങൾ സംരക്ഷിക്കാൻ 10 കോടി രൂപ വകയിരുത്തുന്നു. മാവേലിക്കര തകഴി എന്നിവിടങ്ങളിലുള്ള പഴയ ബുദ്ധകേന്ദ്രങ്ങളെ സംരക്ഷിക്കുവാൻ 5 കോടി രൂപയും വകയിരുത്തുന്നു. കാഴ്ചബംഗ്ലാവുകളുടെയും മൃഗശാലയുടെയും പ്രവർത്തനത്തിനായി 28.3 കോടി രൂപ വകയിരുത്തുന്നു. AKG മ്യൂസിയത്തിൻ്റെ പ്രവർത്തനത്തിന് 3.50 കോടി രൂപ വകയിരുത്തുന്നു. സർ, ശ്രീമൂലം അസംബ്ലിയായി പ്രവർത്തിച്ചിരുന്ന അയ്യങ്കാളി ഹാൾ പഴമയും പാരമ്പര്യവും നിലനിർത്തി ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിന് 1 കോടി രൂപ അനുവദിക്കുന്നു. സർ, തിരുവനന്തപുരത്ത് തെരുവുകളിൽ നടപ്പിലാക്കിയ ആർട്ടീരിയ പദ്ധതി മറ്റ് നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, തൃശ്ശൂർ പൂരനഗരിയിലെ പ്രധാന കേന്ദ്രമായിട്ടുള്ള തേക്കിൻകാട് മൈതാനത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 5 കോടി രൂപ അനുവദിക്കുന്നു. സർ, കൊല്ലത്ത് ഹിസ്റ്ററി ആൻഡ് മാരിടൈം മ്യൂസിയം സ്ഥാപിക്കുന്നതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന് വിവിധ പദ്ധതികൾക്കായിട്ട് 21 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ ടിക്കറ്റിംഗ് സംവിധാനം നടപ്പിലാക്കുന്നതിനായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യഘട്ടമായിട്ട് 2 കോടി രൂപ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന് വകയിരുത്തുന്നു. സർ, കേരള ചലച്ചിത്ര അക്കാദമിക്കായിട്ട് 14 കോടി രൂപ വകയിരുത്തുന്നു. 5 ബാലഭവനുകളുടെ സൗകര്യ വർധനയ്ക്കായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയ്ക്ക് 11.5 കോടി രൂപയിൽ ചെലവിൽ മണക്കുളം മുകുന്ദരാജ സ്മാരക അക്കാഡമിക് ബ്ലോക്ക് നിർമ്മിച്ചു കഴിഞ്ഞു. സർവകലാശാലയ്ക്ക് 24.5 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തിൻ്റെ തനതായ സാംസ്കാരിക സവിശേഷതകൾ സംരക്ഷിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായി സാംസ്കാരിക ഡയറക്ടറേറ്റ് 30 കോടി രൂപ വകയിരുത്തുന്നു. യുവകലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക, പ്രാദേശിക സാംസ്കാരിക വികസനം പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ നടപ്പിലാക്കി വരുന്ന യുവകലാകാരന്മാർക്കുള്ള വജ്ര ജൂബിലി സ്കോളർഷിപ്പ് പദ്ധതിക്കായി 13 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 4.55 കോടി രൂപ വനിതകൾക്കായിട്ട് നീക്കിവെക്കുന്നു. വജ്ര ജൂബിലി കലാകാരന്മാരുടെ കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായിട്ട് പ്രത്യേകമായി 3 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. സർ, റൂറൽ ഹാർട്ട് ഹബ് എന്ന പദ്ധതിക്ക് 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, കായിക മേഖലയിൽ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 3000 കോടി രൂപയുടെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 711 കായിക താരങ്ങൾക്ക് നിയമനം നൽകി. സർ, കായിക യുവജനകാര്യ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് 145.39 കോടി രൂപ വകയിരുത്തുന്നു. മുൻ വർഷത്തേക്കാൾ 18 കോടി രൂപ അധികമാണ്. സർ, സ്പോർട്സുമായി ബന്ധപ്പെട്ട വിവിധ സർക്കാർ സഹായങ്ങൾക്ക് പുറമെ സ്വകാര്യ മേഖലയിൽ വിവിധ മാർഗ്ഗങ്ങളിലൂടെ വിഭവം സമാഹരിച്ചൊരു കായിക വികസന ഫണ്ട് രൂപീകരിക്കുന്നതാണ്. ഇതിനായി 8.4 കോടി രൂപ നീക്കിവെക്കുന്നു. സാർ, ഈ സ്വകാര്യ പങ്കാളിത്തത്തിലുള്ള സ്വകാര്യ മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയും അത്യാധുനിക കായിക അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനും പരിപാലിക്കുന്നതിനായി ബിൽഡ്, ഓപ്പറേറ്റ്, ട്രാൻസ്ഫർ, റെനോവേറ്റ്, മോഡേണൈസ്, ഓപ്പറേറ്റ് തുടങ്ങിയ മാതൃകകൾ നടപ്പിലാക്കുകയും ചെയ്യും. സർ, കേരള സർവകലാശാലയ്ക്ക് ഒരു സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കുന്നതിനായി 5 കോടി രൂപ അനുവദിക്കുന്നു. കായിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി 18.8 കോടി രൂപ വകയിരുത്തുന്നു. സർ, തിരുവനന്തപുരത്ത് GV രാജ സ്പോർട്സ് സ്കൂളിനും കണ്ണൂർ സ്പോർട്സ് ഡിവിഷനും വേണ്ടി 14.5 കോടി രൂപ മാറ്റിവെക്കുന്നു. എല്ലാ പഞ്ചായത്തിലും നിലവാരമുള്ള കളിക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായി ഗ്രാമീണ കളിസ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിന് 18 കോടി രൂപ വകയിരുത്തുന്നു. 124 പഞ്ചായത്തുകളിലാണ് കളിക്കളം ഒരുക്കുന്നത്. 4 കളിക്കളങ്ങൾ പൂർത്തിയായി. 91 കളിക്കളങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. സർ, 450 തദ്ദേശ സ്ഥാപനങ്ങളിൽ കളിക്കളം ആരംഭിക്കാനായിട്ട് നടപടി സ്വീകരിച്ചു വരികയാണ്. സർ, സ്പോർട്സ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് സ്പോർട്സ് ഉപകരണ വ്യവസായത്തിനായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് 39 കോടി രൂപയും യൂത്ത് വെൽഫെയർ ബോർഡിൻ്റെ പ്രവർത്തനത്തിന് 17 കോടി രൂപയും വകയിരുത്തുന്നു. കായിക ക്ഷമതാ മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് 24.58 കോടി രൂപ വകയിരുത്തുന്നു.